വയഫീദുൽ മാലു ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ. അന്ന് ലോകത്ത് സമ്പത്ത് വർദ്ധിച്ച് ഒരൊറ്റ മനുഷ്യരും സ്വീകരിക്കാത്ത വിധത്തിൽ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഹത്താ തകൂന സജതത്തുൽ വാഹിദതു ഖൈറൻ മിനദ് ദുനിയാ വമാ ഫിഹാ. അന്ന് ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ട് ഒരൊറ്റ മനുഷ്യനും മോമിനായി ജീവിക്കാൻ കഴിയാത്ത കാലം ഒരൊറ്റ സുജൂദഗാനം ചെയ്യുകയാണെങ്കിൽ അവര് ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാകും. അങ്ങനത്തെ കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശേഷം മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖറഉ ഇൻ ശിഅ്തും വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരികയും എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ക്രിസ്ത്യാനികൾ മുഴുവനും വിശ്വസിച്ചിട്ടല്ലാതെ ഒരൊറ്റ ക്രിസ്ത്യാനി പോലുമില്ലാതെ എല്ലാ ക്രിസ്ത്യാനികളും അന്ന് ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഞാനിവിടെ ഈസാ നബിയുടെ ചരിത്രം പറയുകയല്ല, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പറയാം. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത് വബൈനമാ ഹുവ കദാലിക ഇദ് ബഅസല്ലാഹുൽ മസീഹ ഇബ്ന മറിയം ഫയൻസിലു عند المنارة البيضاء شرقية دمشق بين مخلوطتين واضيا كفيه على أجنحة ملكين. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത് എവിടെയാണ് ഈസാ നബി ഇറങ്ങി വരുന്നത്? ഡമസ്കസിൽ. വലിയ രസം എന്റെ പണിയേക്കും. ഡമസ്കസിൽ വെള്ള നിറത്തിലുള്ള ഒരു മുനാരം, ആ മുനാരത്തിന്റെ അടുക്കലാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ഇവന്റെ വാദം എന്താണ്? ഇവന് ഈസയാണെന്നാണല്ലോ. എല്ലാ വാദത്തിന്റെ കൂട്ടത്തിൽ ഒരു വാദമാണ് ഇവൻ ഈസയാണ്. അപ്പൊ വെളുത്ത മുനാരത്തിന്റെ അടുക്കലാവണം, ഡമസ്കസിലാവണം. ഇതെല്ലാം കൂടി എങ്ങനെ ഒക്കുക? അതിനാണ് ഇവൻ പറയുന്നത് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഖുർആൻ ഇങ്ങോട്ടുണ്ടാക്കിയവന് ഇന്നാ അൻസൽനാഹു ഖരീബൻ മിനൽ ഖാദിയാൻ, ഖാദിയാനിനോട് അടുത്ത സ്ഥലത്ത് ഇറക്കി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്രി എന്ന് പറഞ്ഞതിൽ പകരവൻ കെട്ടിയുണ്ടാക്കി. ഇന്നാ അൻസൽനാഹു ഫീ ഖാദിയാൻ ഖരീബൻ മിനൽ ഖാദിയാൻ വമാ അദ്റാക മൽ ഖാദിയാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ കെട്ടിയുണ്ടാക്കി. ആ കെട്ടിയുണ്ടാക്കിയ ആ ഖാദിയാനിൽ ആണ് ഇവൻ ഉള്ളത്. അപ്പോ മുനാരത്തിന്റെ അടുക്കൽ ഇറക്കും എന്ന് പറഞ്ഞത് എന്താണ്? അവിടെ പ്രത്യേകമായി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവൻ പറയുകയാണ് അവിടെ ഒരു പ്രത്യേകമായ ഒരവസ്ഥയുണ്ട്. ഈ ഡമസ്കസിൽ യസീദിന്റെ ഭരണം, യസീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ യസീദ്, ആ യസീദിന്റെ നിലയിൽ അക്രമികളായ കുറെ യസീദികൾ എവിടെയുണ്ട്? പഞ്ചാബിലുണ്ട്. ആ യസീദുകളെ ശരിപ്പെടുത്താനും അവരെ നന്നാക്കാനും അവരെ ഹിദായത്താക്കാനുമാണ് ഞാൻ നബിയായി അയക്കപ്പെട്ടത്. അതുകൊണ്ട് ഡമസ്കസ് എന്നതുകൊണ്ട് ഉദ്ദേശം ഡമസ്കസ് അല്ല, അതിന്റെ നേരെ അക്ഷരേഖയുള്ള ഖാദിയാൻ ആണ്. വെള്ളമിനാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാദിയാനിലുള്ള ഒരു വെളുത്ത മിനാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് കണ്ടോ? ദിമിഷ്കിന് അഥവാ ഡമസ്കസിന്
കിഴക്കുള്ള വെള്ളമിനാരത്തിന് സമീപം വാഗ്ദത്ത മസീഹ് വെളിപ്പെടുമെന്ന തിരുനബിയുടെ ഒരു പ്രവചനമുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. മസീഹിന്റെ രണ്ടാം വരവ് എവിടെയെന്ന് ഇതുവഴി ലോകത്തിന് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. മിനാരം എന്നതിന്റെ ശബ്ദാർത്ഥം പ്രകാശകേന്ദ്രം എന്നാണ്. വെള്ള നിറം വിശുദ്ധിയും നിഷ്കളങ്കതയും ബോധിപ്പിക്കുന്നു. പ്രഭാവ ഗരിമയെ വിശുദ്ധയും ആധികാരികതയെയും വിജയത്തെയും പ്രഖ്യാപിക്കുന്നതാണ് മിനാരത്തിന്റെ എഴുന്നുനിൽപ്പ്. അത് ദൂരദിക്കുകളിൽ സത്യത്തിന്റെ ശോഭ പരത്തുകയും ചെയ്യും. എന്നാൽ ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രതീകവൽക്കരിക്കാൻ ഹസ്രത്ത് അഹമ്മദ് ആഗ്രഹിച്ചു. ക്രിസ്തുമതം പാശ്ചാത്യദേശത്ത് കൊടികെട്ടിപ്പറപ്പിക്കുന്ന കാലത്ത് കുരിശു ഉടയ്ക്കുന്ന മസീഹ് കിഴക്ക് പ്രത്യക്ഷനായിരിക്കുന്നതായി ലോകത്തെ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കേട്ടോ, ദിമിഷ്കിനു നേരെ കിഴക്ക് ഒരേ അക്ഷരേഖയിലുള്ള ഖാദിയാനിൽ തന്നെ വെള്ളമിനാരം നിർമ്മിക്കുവാൻ വാഗ്ദത്ത മസീഹ് തീരുമാനിച്ചു. 1900 മെയ് 28 ഇത് സംബന്ധിച്ച ഒരു വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി. അതിൽ നിർദ്ദേശിച്ചു: 1, അവിടെ വെച്ച് 5 നേരം ബാങ്ക് മുഴക്കപ്പെടണം. 2, അതിനു മുകളിൽ 4 ഭാഗത്തും പ്രകാശം ചെരിയുന്ന ദീപങ്ങൾ ഘടിപ്പിക്കണം. 3, അതിനുമേൽ ഒരു വലിയ ഘടികാരം ഉറപ്പിച്ച് ദൂരെ നിന്ന് സമയം നോക്കി കാണാൻ സൗകര്യപ്പെടുത്തണം. ഇതൊരു വിജ്ഞാപനം. മറ്റൊരു വിജ്ഞാപനത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഖാദിയാനിൽ മിനാരം നിർമ്മിക്കണമെന്നത് അള്ളാഹുവിന്റെ ഇച്ഛയത്രേ. എന്തെന്നാൽ വാഗ്ദത്ത മസീഹ് വെളിപ്പെട്ട സ്ഥാനം അതാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡമസ്കസിൽ ഒരു മുനാരത്തിന്റെ അടുത്ത് ഈസാ നബി വരും എന്ന് പറഞ്ഞതിന് ഇവൻ അർത്ഥം വെക്കുന്നു ഡമസ്കസിന്റെ നേരെ അക്ഷരേഖയിലാണ് ഖാദിയാന്. അതുകൊണ്ട് ആ ഖാദിയാനിലാണ് മുനാരം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു മുനാരുണ്ടാക്കാൻ അങ്ങോട്ട് കൽപ്പിച്ചു. ഇതാ കണ്ടോ, അവൻ നിർമ്മിച്ച മുനാരത്തിന്റെ അടയാളം. ഒരു മുനാരമുണ്ടാക്കി, എന്നിട്ട് ആ ഉണ്ടാക്കിയ മുനാരത്തിന്റെ അടുക്കൽ അവൻ ജനിക്കുകയല്ല, ജനിച്ചോടത്ത് മുനാരുണ്ടാക്കുക. പിന്നെ ഈസാ നബി ഇറങ്ങി വരൂ എന്ന് പറഞ്ഞത് ഇവനും പറഞ്ഞല്ലേ ഇറങ്ങൂന്ന്. അതെവിടെ നിന്ന് ഇറങ്ങിയതാന്ന് നമ്മക്കറിയില്ല. ഞാനൊട്ട് പറയുന്നില്ല. പണ്ടൊരാൾ പറഞ്ഞു ഉമ്മ പ്രസവിച്ചത് നിന്നിട്ടായിരിക്കാം എന്ന്. അത് ഞാൻ പറയുന്നില്ല. ഈസാ നബി ഇറങ്ങി വരൂന്നല്ലേ പറഞ്ഞത്. ഇവന് ഈസയാണെങ്കിൽ പിന്നെ ഇറങ്ങണം. അത് എവിടുന്ന് ഇറങ്ങിയെന്നുള്ളത് ഏതായിരുന്നാലും വളരെ വിശദമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാനത്തുൽ അവഹാം 135, 39, 38, 39 ഈ പേജുകളിൽ खुदा ताला ने उसी आम कायदा के मुवाफिक उस कस्बा कादियान को दिमिश्क से मुशाबहत दी और इस बारे में कादियान की निस्बत मुझे ये भी इल्हाम हुआ कि उखरिज मिनहुल यजीदियूना. കണ്ടോ, ഖാദിയാനെ സംബന്ധിച്ച് അല്ലാഹു തആല എനിക്ക് വഹി അറിയിച്ചു. എന്നിട്ട് അവിടുന്ന് യസീദികൾ എന്ന് പറയുന്ന യസീദിനോട് തുല്യമായ കുറെ ആളുകളുണ്ട്, അവരെ പുറപ്പെടുവിക്കപ്പെടുമെന്ന് വഹിയുണ്ടായി. അങ്ങനെ അല്ലാഹു തആലാന്റെ ഈ വഹി പ്രകാരം ഏതാണ് ഖാദിയാൻ എന്ന് പറയുന്ന സ്ഥലം, അതാണ് ഡമസ്കസിന്റെ ഉദ്ദേശമെന്നും അവിടെ നിന്ന് വരുമെന്നും പറഞ്ഞിട്ട് മുനാരമുണ്ടാക്കി. ഇനി എന്ത് കള്ളത്തരമാണ് ഇവൻ പറയാൻ ബാക്കിയുള്ളത്? ഏത് കള്ളത്തരം പറയാൻ ബാക്കിയുണ്ട്? ഇവൻ പറഞ്ഞ ഏതെങ്കിലും ഒരൊറ്റ വാക്ക് ഒത്തിട്ടുണ്ടോ? ഒരിക്കൽ പറഞ്ഞു ഇവിടൊക്കെ പ്ലേഗ് രോഗം വരാൻ പോകുന്നുണ്ട്. എന്തോ
പ്ലേഗ് രോഗം വരാൻ പോകുന്നുണ്ട്. പക്ഷേ അത് ഖാദിയാനിലുണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ എന്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല, എന്റെ കുടുംബത്തിലും എന്റെ വീട്ടിലും വരൂല. സഹോദരന്മാരെ, ഖാദിയാനികളെ തോല് പൊളിക്കാൻ മാത്രം നൂറുകണക്കായ അനുഭവങ്ങൾ അവരുടെ പുസ്തകത്തിലുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? സീറത്ത് സ്വാലിഹ് എന്ന പുസ്തകത്തിൽ പറയുന്നു, मेरे दावों को कबूल नहीं किया, उसके अब अनकरीब अज़ाब आने वाला है. അതോ എന്റെ വാഗ്ദത്തം, എന്റെ വാക്കുകൾ, ഞാൻ നബിയാണെന്ന് പറയുന്ന വാദം ആരെങ്കിലും സ്വീകരിക്കുന്നില്ല എങ്കിൽ അവർക്കടുത്ത് തന്നെ അദാബ് ഇറങ്ങും. നല്ല ഓർമ്മ വെച്ചോ. और उसी सन में किताब हिमामतुल बुशरा में इस अदाब की तअयीन ताउन से की. അല്ലോ, എന്നെ കൊണ്ട് വിശ്വസിക്കാത്തവർക്ക് അദാബ് വരും എന്ന് പറഞ്ഞിട്ട് എന്താണ് അദാബ് എന്ന് അയാളെ തന്നെ വിവരിച്ചു. താഊൻ രോഗമുണ്ടാകും, പ്ലേഗ് രോഗമുണ്ടാകും. തീർച്ചയാണ്. നല്ല ഓർമ്മ വെച്ചോ. എല്ലാ സ്ഥലത്തും പ്ലേഗ് രോഗം ഉണ്ടായിട്ട് നിങ്ങൾ ചത്തുപോകുന്നുണ്ട്. എന്നിട്ടോ എന്ത് പറഞ്ഞു? എന്റെ വീട്ടിലും ഉണ്ടാവില്ല, എന്റെ നാട്ടിലും ഉണ്ടാവില്ല, ആ കൂട്ടത്തിൽ ആരും മരിക്കുകയുമില്ല എന്ന് പറഞ്ഞു. अपने घर के मुताल्लिक ये इत्तला दिखे उसको ताउन से बिल्कुल महफूज रखा जाएगा. എന്ത്? എന്നെ എതിർക്കുന്ന ആ നാട്ടുകാർക്ക് മുഴുവനും താഊനും പ്ലേഗും ഉണ്ടാവും. എന്റെ വീട്ടിലുണ്ടാവൂല, എന്റെ നാട്ടിലുണ്ടാവൂല, എന്റെ കുടുംബത്തിലുണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ആദ്യം താവും വന്നത് ഈ പഹയന്റെ വീട്ടിലാണ്. അപ്പൊ ചോദിച്ചു, എന്തേ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താവൂൻ ഉണ്ടാവൂലാണല്ല, താവൂനോട് ചത്തുപോകൂലാന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമോ എന്ന് പറഞ്ഞു. എന്നാൽ സഹോദരന്മാരെ, ആ താഊൻ രോഗം കൊണ്ട് അവന്റെ വീട്ടിൽ നിരവധി ആളുകൾ മരണപ്പെട്ടു പോയിട്ടും ഉണ്ട്. ഒരൊറ്റ വാക്ക് ഈ ഖാദിയാനി പറഞ്ഞത് ഈ ലോകത്ത് പുലർന്നിട്ടില്ല. അവൻ പറഞ്ഞത് ഫലിച്ചിട്ടില്ല. കാരണം അവൻ ബ്രിട്ടീഷുകാരന്റെ ഏജന്റാണ്. ബ്രിട്ടീഷുകാരന്റെ മതം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അവൻ ഉണ്ടാക്കിയതായ ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. എന്നിട്ട് ഇവൻ കറ്റുകെട്ടി വഹിയുണ്ടാക്കി എന്തൊക്കെയാണ് പറയുന്നത്? യാ അഹ്മദു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഇവൻ പറയുന്നു, അഹമ്മദേ, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചോ. യാ അഹമ്മദ് ബാറക്കല്ലാഹു ഫീക, അഹമ്മദേ, നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നു, അന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ ആദ്യത്തെ മുഅ്മിനാണ്. യാ അഹ്മദു അൻത മുറാദി വമഈ, അഹ്മദേ, നീ എന്റെ മുറാദാണ്, നീ എന്റെ കൂടെയാണ്. അൻത മിന്നീ ബിമൻസിലത്തി അർശി, നീ എന്റെ അർശിന്റെ സ്ഥാനത്താണ്. അൻത മിന്നീ ബിമൻസിലത്തി വലദി. കണ്ടോ, അല്ലാഹു തആലാക്ക് മക്കളുണ്ട് പോൽ. ഇവൻ പറയുന്നു അല്ലാഹുക്ക് കുറെ മക്കളുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, എന്റെ മക്കൾ ഏത് സ്ഥാനത്താണോ ആ സ്ഥാനത്താണ് അഹ്മദേ നീ എന്ന് അല്ലാഹു എനിക്ക് വഹി അറിയിച്ചു. അങ്ങനെ ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ
ഷാഹിദാ എന്ന് തുടങ്ങി ഖുർആനായത്തുകൾ ഇറങ്ങി എന്ന് കള്ളത്തരം കെട്ടുകെട്ടിയുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകരം നബിയായി അവരോധിച്ചു. അതുപോലെ കാബത്തിന് പകരം കാബമുണ്ടാക്കി, കിബിലക്ക് പകരം കിബിലയുണ്ടാക്കി, ഖബർസ്ഥാന് പകരം ഖബർസ്ഥാൻ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കിയ ഈ മനുഷ്യൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിയാണെന്ന് വാദിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതെന്താണ്? وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنصُرُنَّهُ قَالَ أَأَقْرَرْتُمْ وَأَخَذْتُمْ عَلَى ذَلِكُمْ إِصْرِي قَالُوا أَقْرَرْنَا قَالَ فَاشْهَدُوا وَأَنَا مَعَكُمْ مِنَ الشَّاهِدِينَ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകി. എന്താണ്? വൈദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന, ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് കഴിഞ്ഞുപോയ എല്ലാ നബിമാരോടും അല്ലാഹു തആല ഉടമ്പടി പിടിച്ചു. എന്താ ഉടമ്പടി? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ, നിങ്ങൾക്ക് ഞാൻ കിതാബും ഹിക്മത്തും തന്നാൽ, സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങളുടെ കൂടെയുള്ള ഗ്രന്ഥങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്, ശരിയാണ് എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഞാൻ കിതാബ് തന്ന്, നിങ്ങളെ ഞാൻ റസൂലാക്കി, നിങ്ങളെ ഞാൻ നബിയാക്കി അയച്ചിട്ട് ആ സമയത്ത് മുഹമ്മദ് നബിയെങ്ങാനും നിങ്ങളിലേക്ക് വന്നാൽ ലതുഅ്മിനുന്ന ബിഹി, മുഹമ്മദ് നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. വലതൻസുറുന്നഹു, ആ മുഹമ്മദ് നബിയെ നിങ്ങൾ സഹായിക്കുകയും വേണം. ആര് പറഞ്ഞു? അല്ലാഹു തആല 1,24,000 അമ്പിയാക്കളോട്, അല്ലെങ്കിൽ 2,24,000 അമ്പിയാക്കളോട് പറഞ്ഞു, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ സഹായിക്കണം. എന്നിട്ട് അല്ലാഹു തആല ചോദിച്ചു, അഖറർതും വഅഖദ്തും അലാ ദാലികും ഇസ്രി, ഓ അമ്പിയാക്കളെ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സ്വീകരിച്ചുവോ? ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സ്വീകരിച്ചുവോ? മലായിക്കത്തിനോട് അല്ലാഹു തആല ഇഖ്റാർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അമ്പിയാക്കളോട് അല്ലാഹു തആല ഇഖ്റാർ ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രഖ്യാപിച്ചുവോ? അഖറർതും, നിങ്ങൾ പ്രഖ്യാപിച്ചുവോ? വഅഖദ്തും അലാ ദാലികും ഇസ്രി, നിങ്ങൾ ഉടമ്പടി സ്വീകരിച്ചുവോ, പിടിച്ചുവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച സമയത്ത് മലായികത്ത് അമ്പിയാക്കൾ പറയുന്നു, അഖറർനാ, ഞങ്ങൾ ഇഖ്റാർ ചെയ്തു റബ്ബേ, ഞങ്ങളെല്ലാവരും പ്രഖ്യാപിച്ചു. എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബി ആകുന്നു. ആ നബി വന്നാൽ ഞങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിക്കും, ആ നബിയെ കൊണ്ട് ഞങ്ങൾ സഹായിക്കും എന്ന് ഞങ്ങൾ ഇഖ്റാർ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നോക്ക്, അപ്പൊ അല്ലാഹു പറയുന്നു, ഖാല ഫഷ്ഹദൂ, നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. വഅനമാകും മിനശ്ശാഹിദീൻ, ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ആളുകളിൽപ്പെട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് 1,24,000 2,24,000 വരുന്ന അംബിയാ മുർസലീങ്ങളെ കൊണ്ട് ഏകദേശം അല്ല മുഴുവൻ ആളുകളെ കൊണ്ടും വളരെ വ്യക്തമായ നിലക്ക് ഇഖ്റാർ ചെയ്യിപ്പിച്ചു. അവരെ കൊണ്ട് പ്രഖ്യാപനം നടത്തി. മുഹമ്മദ് നബി അവസാനത്തെ നബിയാണ്. ആ നബിയെ കൊണ്ട് ഞങ്ങളൊക്കെ വിശ്വസിക്കും. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞത്, ലൗകാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. എന്റെ ശേഷം എന്റെ കാലത്ത് മൂസാ നബി അഥവാ ഇവിടെ ഹയാത്തിൽ ഉണ്ടായി എങ്കിൽ ആ മൂസാ നബിക്ക് പോലും എന്നോട് തുടരൽ അല്ലാതെ പാടില്ല. അങ്ങനെ മുഴുവൻ അമ്പിയാക്കളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപനം നടത്തി. എല്ലാവരും സമ്മതിച്ച അവസാനത്തെ നബിയാണെന്ന് എല്ലാ നബിമാരും സമ്മതിച്ചിട്ടുള്ള ഈ വാദത്തെയാണ് ഖാദിയാനികൾ തള്ളുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച വാദത്തെയാണ് ഖാദിയാനികൾ തള്ളുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലൗമ ഇന്നത്തെ ദിവസം അക്മൽതുക്കും ദീനക്കും നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് മാത്രം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ ഇസ്ലാം നിങ്ങൾക്ക് മതമായി ഞാൻ പൊരുത്തപ്പെട്ടു. കണ്ടോ? അപ്പോൾ ഇന്ന് അക്മൽതു ലക്കും ദീനക്കും നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നു. അല്ലാഹു പറയും, പൂർത്തിയായ ഒരു സാധനം പിന്നെ രണ്ടാമത് അഗ്രയാണ് ഒന്നുകൂടി പൂർത്തിയാക്കാൻ കഴിയുമോ? അപ്പൊ ആദ്യം പൂർത്തിയായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു നബിയെ വരുന്നത്. അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുക്കാൻ തീരുമാനിച്ച എല്ലാ നിഅമത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തിയാക്കി അവസാനത്തെ നബിയോട് കൂടി നിങ്ങൾക്ക് അത് തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ മറ്റേതൊക്കെയും ഒരു നബിമാരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. മറ്റുള്ള നബിമാർക്ക് കൊടുത്തതൊക്കെ മാറ്റിമറിച്ചു പോവുക. അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ ശൈത്താനു ഫീ ഉമ്നിയ്യതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുഹമ്മദ് നബിയെ തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കിതാബുകൾ കൊടുത്തു. പക്ഷേ അവരങ്ങ് പോകുമ്പോഴേക്ക് അതിന് മാറ്റിമറിച്ചു പോയി. കണ്ടോ? ഇന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിൽ എന്താ ഉള്ളത്? ലൂക്കോസ്, മാർക്കോസ്, യാക്കോബ്, യോഹന്നാൻ, ഇങ്ങനെ ഓരോരുത്തരും എഴുതിണ്ടാക്കിയത് അല്ലേ? ഓരോ വ്യക്തികൾ എഴുതിയുണ്ടാക്കിയത്. ഒരാൾ പറയുന്നതിന് മറ്റൊരാൾ ഖണ്ഡിക്കുന്നു. എന്തുകൊണ്ട്? ഇത് അല്ലാഹുവിന്റെ കലാമല്ല, അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത കിതാബല്ല, അതിന്റെ പരിഭാഷയും അല്ല. ക്രിസ്ത്യാനികൾ കറ്റുകെട്ടിയുണ്ടാക്കിയതാണ്. അതേ സമയത്ത് അല്ലാഹു പറയുന്നു, തങ്ങളെ മുമ്പുള്ള മുഴുവൻ നബിയാക്കളും അവരെ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുത്താൽ അതിനെ മാറ്റിമറിക്കുമെങ്കിൽ തങ്ങളുടേത് അങ്ങനെയല്ല. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ തങ്ങൾക്ക് നാം ഇറക്കിത്തന്നു. വഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ വളരെ വിശദമായി നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും നബിയെ തങ്ങൾക്ക് നാം ഇറക്കിത്തന്നു. ആ ഇറക്കിത്തന്ന പരിശുദ്ധ ഖുർആൻ നാം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ അതേ തരത്ത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകമായ ഒരു അവസ്ഥയാണിത്. മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും മാറ്റിമറിക്കപ്പെട്ടുപോയി. പരിശുദ്ധ ഖുർആൻ ഇന്ന് വരെ മാറ്റിമറിച്ചിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ അത് മാറ്റിമറിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരാൾ ഖുർആനിന്റെ മുസഹഫ് എടുത്ത് മാറ്റിമറിച്ചാൽ, ഇവിടെ ഖുർആൻ ഹാഫിദീകളുണ്ട്, ധാരാളം ഹാഫിദീങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ട്. അവരുടെ മനസ്സിലുള്ള ഖുർആൻ അത് മാറ്റിമറിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യഹൂദികൾക്കും നസ്രാനികൾക്കും കിട്ടിയ ഗ്രന്ഥങ്ങൾ മാറ്റിമറിക്കപ്പെട്ടതുപോലെ അല്ലാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഒരിക്കലും മാറ്റിമറിക്കാൻ കഴിയാത്ത നിലക്ക് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർണ്ണമായി പരിപൂർണമായി യാതൊരു ഭേദഗതിയുമില്ലാതെ യാതൊരു മാറ്റിമറിക്കലുമില്ലാതെ ഇനിയൊരു നബി വരാൻ ആവശ്യമില്ലാത്ത വിധത്തിൽ, ഒരു നബി വരാൻ അനുയോജ്യമല്ലാത്ത നിലക്ക്, പാടില്ലാത്ത നിലക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നതില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. എന്നിട്ട് ഈ ഖാദിയാനി വന്നുകൊണ്ട് എന്താണ് പറയാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബി വരുമെന്ന് പറയുന്ന ഈ വാദത്തിന് തെളിവായി എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് പോലും അവർക്ക് പറയാൻ കഴിയാതെ ഇതിന്റെ പിന്നാലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ നിങ്ങൾ എങ്ങനെ പോകുന്നു? മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ കാദിയാനിസത്തിന്റെ പിന്നാലെ പോകുന്ന പാപങ്ങളെ നിങ്ങൾ എങ്ങനെ പോകുന്നു? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, കരളിന്റെ ഘട്ടങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ അവ്യക്തവിദ്യര്, വലിയ വലിയ ആളുകളൊക്കെ ഇതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട കേട്ടോ. ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ പോലെ വലിയ ആള് വേറെ ആരുണ്ട്? താബീങ്ങളെ പോലെ വേറെ ആരുണ്ട്? സഹോദരങ്ങളെ, അങ്ങനെ ലോകത്ത് ബഹുമാനപ്പെട്ട സഹാബത്തിനോടോ താബീകളോടോ അയിമ്മത്ത് മുജ്തഹിദീങ്ങളോടോ ഔലിയാക്കളോടോ കിടപിടിക്കുന്ന ഒരൊറ്റ മനുഷ്യനും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീകളെ നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാ ദിവസവും 5 നേരം കൃത്യമായി നിസ്കരിച്ച് ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ നേരെയായ ചൊവ്വായ മാർഗം, ആ മാർഗത്തിൽ ഹിദായത്ത് നൽകി അവിടെ ഞങ്ങളെ നീ ഉറപ്പിച്ചു തരണം അല്ലാഹ്. പ്രിയപ്പെട്ട യുവാക്കളെ, കളിയല്ല, തമാശയല്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ പ്രാർത്ഥനയെയും നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല. ഈ ഒരൊറ്റ പ്രാർത്ഥനയല്ലാതെ ഏത് പ്രാർത്ഥന? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ട് നിലനിർത്തണം അല്ലാഹ്. അല്ലാഹുവോട് പറയുന്നു, ഭർത്തവരെ ഹിദായത്ത് എന്റെ മക്കളാണ്. ഈ കാദിയാനി വന്നിട്ട് കോപ്പിരാട്ട് കാണിക്കുമ്പോൾ, മറ്റ് പുത്തൻ പ്രസ്ഥാനക്കാര് വന്ന് കോപ്പിരാട്ട് കാണിക്കുമ്പോൾ അവരുടെ ചതികളിൽ പെട്ടുപോകാതെ
ഞങ്ങൾക്ക് ഹിദായത്ത് തന്ന് ഞങ്ങളെ നിലനിർത്തണം റബ്ബേ എന്ന് സഹോദരങ്ങളെ 5 നേരം നിസ്കാരത്തിലായി 17 പ്രാവശ്യം നിർബന്ധമായി നമ്മൾ ദുആ ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ യുവാക്കളോട്, എന്റെ കരളിന്റെ കട്ടകളായ യുവാക്കളോട്, എന്റെ ഉമ്മപങ്ങന്മാരോട്, സഹോദരി